Hello students, today we will see about the multi-branching statement if else. Okay, so if else ladder. So the syntax is like this: if I am giving a variable t greater than 400, then I am giving some statements inside brackets, then else if, again I am giving condition greater than 300, okay, then brackets, else if t greater than 200, else. Okay, so this construct works like this. ഈ ടീയുടെ വാല്യൂ അതൊരു വാല്യൂ ആയിരിക്കും, അതായത് ഫ്രം ദി കീബോർഡ് ഓർ എ വാല്യൂ വിച്ച് വി ഗോട്ട് ആഫ്റ്റർ കമ്പ്യൂട്ടേഷൻ ആയിരിക്കാം. അപ്പോൾ ടീയുടെ വാല്യൂ 400 മുകളിലാണോ അതാണ് ക്വസ്റ്റ്യൻ. 400 മുകളിലാണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് വരും. So t can be anything depending on the value given provided. So if t is greater than 400, ഈ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എന്തൊക്കെ കൊടുത്താൽ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ എൽസിൽ വരും. അവിടെ വീണ്ടും ഇഫ് ആണ്. ഇഫ് ടി ഗ്രേറ്റർ ദാൻ 300, ഈ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഇതും ഫോൾസ് ആണെങ്കിൽ ഇത് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇതും ഫോൾസ് ആണെങ്കിൽ എൽസ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ മൾട്ടി ബ്രാഞ്ചിങ്ങിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും ഒരു സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ലൈൻസ് അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക. പ്രിന്റ് ഓഫ് ഹലോ കൊടുക്കണം. പ്രിന്റ് ഓഫ് ഹലോ ഇതെപ്പോഴും വർക്ക് ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ ഫോൾസ് ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആണ്. അതായത് വാല്യൂ 400 മുകളിലല്ല, പക്ഷേ 300 മുകളിലാണ്. അതായത് വാല്യൂസ് ബിറ്റ്വീൻ 300 ആൻഡ് 400. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ഇതെപ്പോൾ വർക്ക് ചെയ്യാം? 400 മുകളിലല്ല, 300 മുകളിലല്ല, പക്ഷേ 200 മുകളിലാണ്. അതായത് വാല്യൂസ് ലൈൻ ബിറ്റ്വീൻ 300 ആൻഡ് 200. ആ സമയത്തായിരിക്കും ഈ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ 3 കണ്ടീഷനും ഫോൾസ് ആണെങ്കിലാണ് ഈ എൽസിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വി ക്യാൻ ഹാവ് multiple branching depending on the value of a variable. We can have multiple branching. അപ്പോൾ ഇതാണ് സാധാരണ ഈ ഗ്രേഡ് കാണുന്ന പ്രോഗ്രാമുകൾ, പല ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണും. മൾട്ടി ബ്രാഞ്ചിങ്ങിന് വേണ്ടിയാണ് ഇതുപോലത്തെ ഇഫ് എൽസ് ഇഫ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്യാം. സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h, okay, int main function എഴുതി. മെയിൻ ഫംഗ്ഷൻ അകത്ത് I am declaring three four variables, m1, m2, m3, total. Okay, printf enter 3 marks. 3 മാർക്ക് എൻ്റർ ചെയ്യാൻ മെസ്സേജ് കൊടുത്തു. Then I am writing the line for reading the value from keyboard. %d within quotes, comma, ampersand m1, comma, ampersand m2, comma, ampersand m3. ഓക്കെ, 3 വേരിയബിൾസ് വാങ്ങിച്ചു. ദെൻ ടോട്ടൽ ഇസ് ഈക്വൽ ടു സ്ഥലം മാറിപ്പോയി. ഓക്കെ, ടോട്ടൽ ഇസ് ഈക്വൽ ടു, നൗ വി ഹാവ് വാല്യൂ ഇൻ m1, so m1 plus m2 plus m3. I have 3 values. Then I am checking the condition as if
total greater than 400 ആണെങ്കിൽ printf distinction. Okay. Else if total greater than 300 ആണെങ്കിൽ printf first class. Okay. Else if total greater than 200, total greater than 200, printf second class. Else control printf needs improvement. Okay. അപ്പോൾ if else if സ്ട്രക്ചർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യും. സേവ് ചെയ്യാം. ഓക്കെ. ഗ്രേഡ് ഡോട്ട് സി എന്ന് പേര് കൊടുക്കാം. grade.c. Okay, grade.c. Okay, now I will compile this. So cd bridge g++ grade.c. Okay, we have errors. I have given b++ g++ grade.c. Okay, no errors. Then ./a.out ./a.out. Enter 3 marks 45, 34, 32. So the total is less than 200 and so it says needs improvement. Okay. അതായത് ഈ 3 കണ്ടീഷൻസും ഫോൾസ് ആയിട്ട് വന്നു. 400 മുകളിലല്ല, 300 മുകളിലല്ല, 200 മുകളിലല്ല. അപ്പം സംഭവിച്ചു നീഡ്സ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു. നമുക്ക് വാല്യൂ മാറ്റി കൊടുത്ത് നോക്കാം. 200, 100, 200 എന്ന് കാണിച്ച് ഡിസ്റ്റിങ്ഷൻ കാണിച്ചു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ട്രൂ ആയിട്ട് മാറിയത് കൊണ്ട് ഇറ്റ് ഹാസ് ഷോൺ ഡിസ്റ്റിങ്ഷൻ. ഓക്കെ. ഇനി അടുത്ത കണ്ടീഷൻ കൊടുത്ത് നോക്കാം. അതായത് 400 മുകളിലല്ല, 300 മുകളിലാണ്. ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് കമ്പൈൽ ചെയ്യാം. ഓക്കെ. ദെൻ 400 മുകളിലല്ല, 300 മുകളിലാണ്. 100, 100, 101. ഓക്കെ. സോ വി ഗോട്ട് ഫസ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്ത് നോക്കുക. ടോട്ടൽ 301 ആണ്. അതായത് 400 മുകളിലല്ല. അപ്പോൾ എന്താണ് ഇത് വർക്ക് ചെയ്യാണ്ട് എൽസിലേക്ക് വന്നു. 300 മുകളിലാണ് നോക്കി. അതെ, 301 ആണ്. അപ്പോൾ എന്ത് കാണിച്ചു? ഫസ്റ്റ് ക്ലാസ് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ മൾട്ടി ബ്രാഞ്ചിങ്ങിന് വേണ്ടിയാണ് ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ വരുന്ന പ്രോഗ്രാംസിനകത്ത് വി ക്യാൻ യൂസ് ദിസ് മൾട്ടിപ്പിൾ ഇഫ്. ഓക്കെ. അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് ലാഡർ ഉപയോഗിക്കാൻ പറ്റും. ലാഡർ മീൻസ് ഇങ്ങനെ ഇതുപോലെ എന്താണ് ഇതൊരു വി ക്യാൻ യൂസ് ആസ് മച്ച് നമ്പർ ഓഫ് എൽസ് ഇഫ് ആസ് വി നീഡ്. അതുകൊണ്ടാണ് ഇഫ് എൽസ് ഇഫ് അങ്ങനെ വി കോൾഡ് ആസ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഓക്കെ. ഇതുപോലെയുള്ള വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ വേറൊരു കൺസ്ട്രക്റ്റാണ് സ്വിച്ച് എന്നുള്ളത്. ഓക്കെ. സോ സ്വിച്ച് ഈസ് ലൈക്ക് ദിസ്, സിൻടാക്സ് ഈസ് ലൈക്ക് ദിസ്. സ്വിച്ച് എന്ന് കൊടുത്ത് ബ്രാക്കറ്റിനകത്ത് വി ക്യാൻ ഗിവ് എ വേരിയബിൾ നെയിം ഓർ ആൻ എക്സ്പ്രഷൻ. അതിനിപ്പോൾ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് സി. അപ്പോൾ സിയിലെ ഈ സ്വിച്ച് മൊത്തം ഒരു ബ്രാക്കറ്റിനകത്ത് വേണം. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് ദിസ് സി, വാല്യൂ ഓഫ് സിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് ബ്രാഞ്ച് ചെയ്യും. ഇപ്പോൾ സിയുടെ വാല്യൂ 1 ആണെങ്കിൽ അതാണ് കേസ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്.
സിയുടെ വാല്യൂ 1 ആണെങ്കിൽ ആ ലൈൻ വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ പ്രിൻ്റ് ഓഫ് 1 കൊടുത്തു. ഓക്കെ, ഇനി സിയുടെ വാല്യൂ 2 ആണെങ്കിൽ കേസ് 2 വർക്ക് ചെയ്യും. കേസ് 2 പ്രിൻ്റ് ഓഫ് 2. ഓക്കെ, ഇനി സിയുടെ വാല്യൂ 3 ആണെങ്കിൽ കേസ് 3 പ്രിൻ്റ് ഓഫ് 3. ഓക്കെ, ഇനി 1, 2, 3 അല്ലെങ്കിൽ യു ക്യാൻ ഗീവ് ഡിഫോൾട്ട് പ്രിൻ്റ് ഓഫ് സം അതർ വാല്യൂ. ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ എഴുതുകയാണ്. So depending on the application we can write the program.